ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وجعلنا خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن سيدنا وحبيبنا وقائدنا ومعلمنا وأسوتنا محمدا عبده ورسوله أدى الأمانة وبلغ الرسالة ونصح للأمة وجاهد في الله حق جهاده وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك اللهم صل وسلم على هذا النبي الكريم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا ومن جاءه موعظة من ربه فانتهى فله ما سلف وأمره إلى الله ومن عاد فأولئك أصحاب النار هم فيها خالدون يمحق الله الربا ويربي الصدقات والله لا يحب كل كفار أثيم صدق الله العلي العظيم ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നമ്മളോടുള്ള കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ മുഴുവനും അതനുസരിച്ച് ജീവിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി തീരുവാൻ, മുഅ്മിനീങ്ങളായി മരിച്ചു പോകുവാൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിനെ പറ്റിയുള്ള ഓർമ്മ, ദിക്റുല്ലാഹ് എപ്പോഴും മനസ്സിൽ നിലനിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു തന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുക. നമ്മുടെ ഈ ജീവിതത്തിൽ പലപ്പോഴും അല്ലാഹുവിനെ മറക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ട് നമ്മെ അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുക, നമ്മൾ തന്നെ ഓർമ്മിപ്പിക്കുക. അല്ലാഹു പറഞ്ഞു തന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളായിട്ട് പഠിപ്പിച്ചു തന്ന എല്ലാ സംഗതികളും ബോധപൂർവം ചെയ്യുക. നമുക്ക് ഈ ദുനിയാവിനോട് യാത്ര പറയേണ്ടതുണ്ട് എന്നുള്ള ഒരു ഓർമ്മ എപ്പോഴും നിലനിർത്താൻ ശ്രമിക്കുക. വളരെ താൽക്കാലികമായ ഒരു ഏർപ്പാടിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇതൊരിക്കലും നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. വളരെ കുറഞ്ഞ കാലത്തേക്കുള്ള ഒരു അല്ലറ ചില്ലറ ഏർപ്പാടാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്കുള്ള വളരെ കാലം, ഒരിക്കലും അവസാനം അറ്റമില്ലാത്ത ഒരു ലോകത്തേക്ക് പ്രവേശിക്കേണ്ട ആളുകളാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഈ അല്ലറ ചില്ലറ ഏർപ്പാടിന് വേണ്ടിയിട്ട് ആ വലിയ ലോകത്തെ, പരലോകത്തെ, ആഖിറത്തിനെ നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിഡ്ഢിത്തമാണ് എന്ന് നമ്മൾ നമ്മെ തന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. ദുനിയാവിലേക്ക് അള്ളിപ്പിടിച്ച് പരലോകത്തെ മറന്നുകൊണ്ട് ദുനിയാവിന് വേണ്ടിയിട്ട് അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടരുത് എന്ന് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുകയും വിചാരിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അത്തരക്കാരുടെ കൂട്ടത്തിൽ പെടരുത് എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. മരണം എന്ന് പറയുന്ന വലിയ യാഥാർത്ഥ്യത്തെ
അടിക്കടി നമ്മെ ഓർമ്മപ്പെടുത്തുക. ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നത് പോലെ കുല്ലു യൗമിൻ യുഖാലു മാത ഫുലാൻ വമാത ഫുലാൻ വലാ ബുദ്ദ അൻ യുഖാല യൗമുൻ മാത ഉമർ. എല്ലാ ദിവസവും ഇങ്ങനെ പല ആളുകളും പറയുന്നു ഇന്നാലിന്ന ആള് മരിച്ചു, ഇന്നാലിന്ന ആള് മരിച്ചു. ഒരു ദിവസം ആളുകളൊക്കെ പറയുക മാത ഉമർ, ഉമർ മരിച്ചു എന്നായിരിക്കും. ഇത് നമുക്കെല്ലാവർക്കും ബാധകമായ ഒരു സംഗതിയാണ്. അഹമ്മദ് മരിച്ചു, മുഹമ്മദ് മരിച്ചു, ഇന്നാലിന്റെ ചെറുപ്പക്കാരൻ മരിച്ചു, 25-30 വയസ്സേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, ഇന്നാലിന്റെ പെൺകുട്ടി മരിച്ചു, വിവാഹം കഴിഞ്ഞ ഒരാഴ്ചക്കകം മരിച്ചു, വിവാഹം നിശ്ചയിച്ച ഇന്നാലിന്ന ആള് മരിച്ചു എന്നൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മയ്യത്തുകളെ നമ്മൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജനാസയിൽ നമ്മൾ ദുഃഖത്തോടുകൂടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മയ്യത്ത് നമ്മൾ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇത് നമുക്കും ബാധകമായ ഒരു സംഗതിയാണ് എന്ന് പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഉമർ ഉൾപ്പെടെയുള്ള ആളുകൾ കേൾക്കുന്നത് എന്താണ്? മാത ഫുലാൻ, എല്ലാ ദിവസവും മാത ഫുലാനുൻ ഒമാത ഫുലാനുൻ, ഇന്നാലിന്നാള് മരിച്ചു, ഇന്നാലിന്നാള് മരിച്ചു. വലാ ബുദ്ദ അൻ യുഖാല യൗമുൻ, ഒരു ദിവസം പറയപ്പെടുക മാത ഉമർ, ഉമർ മരിച്ചു എന്നായിരിക്കും. അപ്പോ നമ്മുടെ ചരമ വാർത്ത നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന, എന്നും പ്രഭാതത്തിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന പത്രത്തിൽ വരുന്ന ഒരു ദിവസം ഉണ്ടാവും. നമ്മൾ പല ആളുകളുടെയും ചരമവാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെ നമ്മുടെയും ഫോട്ടോ അല്ലെങ്കിൽ വാർത്ത നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന അതേ പത്രത്തിൽ തന്നെ ഒരു ദിവസം വരും, അത് വായിക്കാൻ നമ്മൾ ഉണ്ടാവുകയില്ല. വേറെ ആരൊക്കെയോ വായിച്ച് നമ്മെപ്പറ്റി സങ്കടപ്പെടുകയും ദുഃഖിക്കുകയും നമ്മുടെ ജനാസയിൽ പങ്കെടുക്കുകയും നമ്മൾ മയ്യത്ത് കട്ടിലേറ്റിയവരായിരുന്നുവെങ്കിൽ നമ്മെ ഏറ്റിക്കൊണ്ടുപോവുകയും നമ്മുടെ മുകളിൽ മണ്ണിടുകയും നമ്മെ കബറടക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ ഈ ലോകത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യപ്പെടുന്ന, ഈ ലോകത്ത് നിന്ന് ഇല്ലാതാകുന്ന ഒരു ദിവസം, അതിൽ നിന്ന് ആർക്കും ആലോചിച്ചാൽ ഒരു രക്ഷയുമില്ലല്ലോ, അങ്ങോട്ടാണല്ലോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മെ ഓർമ്മപ്പെടുത്തുക. ഈമാൻ വർദ്ധിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം അതാണ്. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളും അവസാനിപ്പിക്കുന്ന, എല്ലാ സുഖങ്ങളുടെയും അന്തകനായ മരണത്തെ, ആ മരണത്തെ പറ്റിയുള്ള ഓർമ്മ നിങ്ങൾ വർദ്ധിപ്പിക്കുക, അടിക്കടി മരണത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ ഈ ഒരു പരിണതിയിലേക്കാണ് വളരെ നശ്വരമായ, വളരെ ചെറിയ, ഏതറ്റം വരെ എന്ന് ആർക്കും തിട്ടമില്ലാത്ത, ഏതവസരത്തിലും നമുക്കൊക്കെ സംഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു മരണക്കുണ്ടിന്റെ വക്കിലാണ് നമ്മളെല്ലാവരും എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ നമ്മെ തന്നെ ഓർമ്മിപ്പിക്കുക ഇടക്കിടക്ക്. അതാണ് ഈമാൻ വർദ്ധിപ്പിക്കുവാനും തഖ്വ കൂട്ടുവാനും ഉള്ള മാർഗം. അതാലോചിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സാമ്പത്തികമായ പ്രയാസങ്ങൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, നാട്ടിലെ പ്രശ്നങ്ങൾ, ഇതൊന്നും പിന്നെ ഒരു പ്രശ്നങ്ങളല്ല. ഏറ്റവും വലിയ പ്രശ്നം മുമ്പിലുണ്ടായിരിക്കുമ്പോൾ പിന്നെ ബാക്കിയുള്ളത് എന്ത് പ്രശ്നമാണ്? നമ്മുടെ വിനോദങ്ങൾ, നമ്മുടെ കളി, നമ്മുടെ ആഹ്ലാദം, നമ്മുടെ രസം, നമ്മുടെ ഹരം, ഇതൊന്നും പിന്നെ ഒരു ഹരമല്ല. ഈ ഹരങ്ങളുടെ മുഴുവനും അന്തകനായ, ഇത് മുഴുവനും അവസാനിപ്പിച്ചു കളയുന്ന, നിങ്ങളുടെ ചിരി മുഴുവനും അവസാനിപ്പിച്ചു കളയുന്ന ആ മരണത്തെപ്പറ്റി ഓർക്കുക. ഇന്നി അറാ മാ ലാ തറൗൻ വസ്മഉ മാ ലാ തസ്മഊൻ, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നു, നിങ്ങൾ കേൾക്കാത്തത് ഞാൻ കേൾക്കുന്നു. ലൗ തഅലമൂന മാ അഅലം, നിങ്ങൾക്ക് ഞാൻ അറിയുന്നതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്ന ഗൗരവത്തിൽ നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ലദഹിക്തും ഖലീലൻ, നിങ്ങൾ കുറച്ച് ചിരിക്കുകയും, വലബക്കൈതും കസീറൻ, നിങ്ങൾ കൂടുതൽ കരയുകയും ചെയ്യുമായിരുന്നു. നിങ്ങൾക്കൊരിക്കലും മാ തലദ്ദത്തും അലാ ഫുർഷിക്കും, നിങ്ങളുടെ ഭാര്യമാരോടൊപ്പം നിങ്ങളുടെ കിടപ്പടങ്ങളിൽ, നിങ്ങളുടെ മണിയറകളിൽ, നിങ്ങളുടെ കട്ടിലുകളിൽ, ബെഡുകളിൽ നിങ്ങൾക്കൊരിക്കലും സുഖിക്കാൻ കഴിയുമായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ഞാൻ അറിയുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഞാൻ കേട്ടത് നിങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ ഓർമ്മിപ്പിച്ചത്. അപ്പോൾ ഒരിക്കലും ആസ്വദിക്കാൻ കഴിയാത്ത, ഒരിക്കലും ജീവിതത്തിന്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത ഒരു വലിയ യാഥാർത്ഥ്യത്തെ നാളെ മറ്റന്നാൾ അല്ലെങ്കിൽ ഇന്ന് നേരിടേണ്ടവരാണ് നമ്മൾ എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുകയും അള്ളാഹുവിലേക്ക് അടുക്കുവാൻ അടിക്കടി ബോധപൂർവമായ പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യണം സഹോദരന്മാരെ, സഹോദരിമാരെ.
അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അവന്റെ സ്വർഗത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ സൂറത്തുൽ ബഖറയിലെ ഓതിയ ആയത്തുകൾ പരിശുദ്ധ ഖുർആൻ, ദീനുൽ ഇസ്ലാം സമൂഹത്തെ ബാധിച്ചു കഴിഞ്ഞിരുന്ന ഏറ്റവും ഹീനമായ കുറ്റകൃത്യം പലിശ എന്ന് പറയുന്ന കുറ്റകൃത്യം. ആ പലിശക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ് പരിശുദ്ധ ഖുർആൻ നടത്തിയത്. ആ പോരാട്ടങ്ങളുടെ ഭാഗമായി അവതരിച്ച ചില വചനങ്ങളാണ് സൂറത്തുൽ ബഖറയിലെ വചനങ്ങൾ. അല്ലാഹു ഈ വചനങ്ങളിലൂടെ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നത് അല്ലദീന യഅ്കുലൂന റിബ, പലിശ തിന്നുന്ന ആളുകൾ, ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്, പിശാചിന്റെ ബാധയേറ്റ ആളുകൾ വീണ് എഴുന്നേൽക്കുന്നത് ഏതുപോലെയാണോ അതുപോലെയായിരിക്കും അവർ എഴുന്നേറ്റ് നിൽക്കുക. ദാലിക ബിഅന്നഹും ഖാലൂ ഇന്നമൽ ബൈഉ മിസ്ലു റിബ, അതിന്റെ കാരണം അവർ പറഞ്ഞിരുന്നത് പലിശയും കച്ചവടത്തെ പോലെ തന്നെയാണ്. പലിശയെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനെ നിരോധിക്കണം? പലിശയും ഒരു കച്ചവടമാണ് എന്നായിരുന്നു ആ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അല്ലാഹു അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബ, അല്ലാഹു പലിശയെ നിരോധിക്കുകയും കച്ചവടത്തെ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫമൻ ജാഅഹു മൗഇദത്തും മിർ റബ്ബിഹി ഫൻതഹ ഫലഹു മാ സലഫ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പിന്നെ ഉപദേശം വന്നു കിട്ടിയാൽ അതിൽ നിന്ന് വിരമിച്ച ആളുകൾ, അവർക്ക് അവരുടെ കഴിഞ്ഞ കാര്യങ്ങൾ അവർക്കുണ്ട്, അവരുടെ കാര്യങ്ങൾ അല്ലാഹുവിങ്കിലേക്കാണ് മടക്കപ്പെടുന്നത്. ആരെങ്കിലും ഇതിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് എങ്കിൽ അങ്ങനെയുള്ള ആളുകൾ നരകത്തിന്റെ വാസികളാണ്, അവർ അതിൽ ശാശ്വത വാസികളായിരിക്കും. അല്ലാഹു പലിശയെ മായ്ച്ചു കളയുകയും തേച്ചു മായ്ച്ചു കളയുകയും സദഖകളെ വളർത്തുകയും ചെയ്യുന്നു. അല്ലാഹു ഒരിക്കലും നിഷേധിയും നന്ദികെട്ടവനും കുറ്റവാളിയുമായ ഒരാളെയും ഇഷ്ടപ്പെടുകയില്ല എന്നാണ് ഈ രണ്ട് ആയത്തുകളുടെ ചുരുക്കം. പലിശക്കെതിരെയുള്ള അല്ലാഹുവിന്റെ യുദ്ധം മറ്റൊരു അടുത്ത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. പലിശ വാങ്ങുന്ന ആളുകളോട് ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിന്റെയും റസൂലിന്റെയും യുദ്ധത്തെ അവർ കാത്തിരുന്നു കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു പലിശ തിന്നുന്ന ആളുകളോട്, പലിശ വാങ്ങുന്ന ആളുകളോട് റസൂലും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നും അല്ലാഹു വേറെ ഒരു ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മള് പരിശുദ്ധ ഖുർആന്റെ ഒരു പ്രത്യേകത, നമ്മളിത് ഈ ഖുർആൻ ഓതുമ്പോ നമുക്ക് തോന്നും അത് നമ്മളോടാണ് സംസാരിക്കുന്നത് എന്ന്. എല്ലാ കാലഘട്ടത്തിലും 14 നൂറ്റാണ്ട് മുമ്പ് ഇറങ്ങിയ ഒരു ആയത്താണിത്. പക്ഷെ ഈ 14 നൂറ്റാണ്ട് മുമ്പ് ഇറങ്ങിയ ഈ ആയത്ത് 14 നൂറ്റാണ്ട് മുമ്പുള്ള ജനതയോട് സംസാരിച്ചത് ഏതുപോലെയാണോ അതുപോലെ തന്നെ നമ്മളോടും ഈ കാലഘട്ടത്തോടും ഈ സമൂഹത്തോടുമാണ് ഈ പരിശുദ്ധ ഖുർആൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. പലിശയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. 14 നൂറ്റാണ്ട് മുമ്പ് പരിശുദ്ധ ഖുർആൻ അവതരിക്കുമ്പോൾ ഉണ്ടായിരുന്ന പലിശയുടെ വ്യാപാരങ്ങൾ, അത് ഇന്നത്തെ പലിശയുടെ ഏർപ്പാടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ നിസ്സാരമായിരുന്നു. ജാഹിലിയത്തിൽ, അറേബ്യൻ ജാഹിലിയത്തിൽ ഖുർആൻ ഇറങ്ങുമ്പോൾ ഇന്നുണ്ടായിരുന്നത് പോലെയുള്ള ഇത്ര രൂക്ഷമായ പലിശയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അടിത്തട്ട് മുതൽ ഏറ്റവും മേലെ തട്ട് വരെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ മുഴുവനും കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാട്, ഒരു കുറ്റകൃത്യം, ഏറ്റവും നീചമായ വൃത്തികെട്ട ഒരു ഏർപ്പാടായി പലിശ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു നാട്ടിൻ പുറത്ത് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കുവാൻ കണ്ടെത്തുന്ന എളുപ്പമാർഗം വട്ടിപ്പലിശ. ആരുടെയെങ്കിലും ആ നാട്ടിലൊരു പലിശക്കാരനുണ്ടാകും, രഹസ്യമായോ പരസ്യമായോ അത് ഏർപ്പെടുത്തി കൊടുക്കുന്ന ആളുകൾ, അവരിൽ നിന്ന് പലിശക്ക് പണമെടുക്കുക. ഒരു കച്ചവടക്കാരൻ ചെയ്യുന്ന എന്താണ്? അവന്റെ ചെറിയ കച്ചവടമാണ് എങ്കിൽ അത് നിലനിർത്തി കൊണ്ടുപോകുവാൻ അവൻ പലിശ വാങ്ങുന്നു, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു, വലിയ സംഖ്യകൾ അവൻ ലോൺ എടുക്കുന്നു. അവന്റെ ചെറിയ കച്ചവടം വലിയ കച്ചവടമാക്കി വികസിപ്പിക്കുവാൻ അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിനും അവൻ ലോൺ എടുക്കുന്നു. വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവൻ അതിന് ലോൺ എടുക്കുന്നു. വീട് കയറ്റാൻ ഉദ്ദേശിക്കുന്നവൻ അതിന് ബാങ്കിൽ നിന്ന് പലിശയ്ക്ക് ലോൺ എടുക്കുന്നു. ഇങ്ങനെ താഴെ തട്ടിൽ എല്ലാ ആളുകളും, നമസ്കരിക്കുന്നവരും നമസ്കരിക്കാത്തവരും, യാതൊരുവിധ മനസ്സാക്ഷി കുത്തുമില്ലാതെ വളരെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു ഏർപ്പാടായി, നടത്താൻ പറ്റുന്ന ഒരു ഏർപ്പാടായി ഇന്ന് പലിശയെ നിർഭാഗ്യവശാൽ മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് വ്യക്തികളുടെ കഥയാണ് എങ്കിൽ ഇനി സർക്കാരുകളുടെ ഭരണകൂടങ്ങളുടെ കഥ ഇതിൽ നിന്ന് ഒട്ടും ഭിന്നമല്ല. ഇത് തന്നെയാണ് ഒരു നാട്ടിൻപുറത്തെ
ഒരു പാവപ്പെട്ട മനുഷ്യൻ എങ്ങനെയാണോ വട്ടിപ്പലിശ വാങ്ങി അതുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അവന് കിട്ടുന്ന പണം മുഴുവനും അതിനെ അടച്ചു തീർക്കുവാൻ നിർബന്ധിതനാകുന്നത്, ഇത് തന്നെയാണ് വലിയ സർക്കാരുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ഭരണകൂടവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. നമ്മുടെ ഭരണകൂടം 25% അതിന്റെ ബജറ്റിലെ ഏതാണ്ട് 25% പലിശ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. 100 കോടി അതിന് വരുമാനമുണ്ട് എങ്കിൽ 25 കോടിയും അത് നേരത്തെ വാങ്ങിക്കഴിഞ്ഞ കടത്തിന്റെ പലിശ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും കൊടുക്കുന്ന 100 രൂപ നികുതിയിലെ 25 രൂപയും പലിശപ്പണം കടം വീട്ടാൻ വേണ്ടിയിട്ട്, കടം വീട്ടാനല്ല പലിശ കൊടുക്കാൻ, വാങ്ങിയ കടത്തിന്റെ പലിശ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭരണകൂടം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സാമ്പത്തിക വ്യവസ്ഥിതിയെ ആകെപ്പാടെ തന്നെ ഈ ഏർപ്പാട് ബാധിച്ചിരിക്കുന്നു. ഒരു കച്ചവടക്കാരൻ ലോൺ എടുത്ത് കച്ചവടം നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ കച്ചവടം ഈ ലോണ് വീട്ടാൻ അല്ലെങ്കിൽ പലിശ അടക്കാൻ അവന്റെ കച്ചവടത്തിന് ഉപഭോക്താവിന് വില കൂട്ടുകയല്ലാതെ അവന്റെ മുമ്പിൽ വേറെ മാർഗമില്ല. അപ്പൊ അവന് പലിശ അടക്കാനുള്ള പണം കൂടി ഈ ഉപഭോക്താവിൽ നിന്ന് അവൻ ഈടാക്കാൻ നിർബന്ധിതനാണ്. അങ്ങനെ അവൻ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നു. കാരണം അത്രയധികം പലിശ കൊടുക്കേണ്ടതുണ്ട്. അവൻ 10% പലിശ കൊടുക്കുമ്പോൾ അവന് കൂടിയുള്ള ലാഭം 15% അവന് ലാഭം കിട്ടിയെങ്കിലേ ഈ 10% അവന് പലിശ കൊടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് കണ്ടുകൊണ്ട് ആണ് അവൻ ഉപഭോക്താവിൽ നിന്ന് പണം, സാധനങ്ങളുടെ വില നിർണയിച്ചുകൊണ്ട് വാങ്ങുന്നത്. രാജ്യം 25% അതിന്റെ ബജറ്റിൽ നിന്ന് പലിശ അടക്കാൻ വേണ്ടി നീക്കിവെക്കുമ്പോൾ എവിടെ നിന്നാണ് രാജ്യം ഇതുണ്ടാക്കുക? പൗരന്മാരുടെ നികുതി പല പേരും പറഞ്ഞ് വർദ്ധിപ്പിച്ച് പൗരന്മാരിൽ നിന്ന് രാജ്യം ഈ പണം ഈടാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു ഏർപ്പാടായിട്ട് ഈ പലിശ എന്ന് പറയുന്ന ഏർപ്പാട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 14 നൂറ്റാണ്ട് മുമ്പ് ഇതിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത യുദ്ധം. അല്ലാഹു ഒരിക്കലും, അല്ലാഹുവും റസൂലും നിങ്ങളോട് യുദ്ധം ചെയ്യുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ ഇതുപോലെ ഈ ശക്തിയിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റുകയില്ല. വഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലി, അല്ലാഹുവിന്റെ യുദ്ധ വിളംബരം, റസൂലിന്റെ യുദ്ധ വിളംബരം, പലിശ തിന്നുന്ന ആളുകളോട് യുദ്ധ വിളംബരം നടത്തിയിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ഈ സൂറത്തുൽ ബഖറയിലെ ഈ ആയത്തുകൾക്ക് മുമ്പ് എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മനുഷ്യനിൽ നിന്ന് സാമ്പത്തിക രംഗത്ത് ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വിശദമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം ഈ പലിശ ഏർപ്പാട് എന്ന് പറയുന്നത് അത് ഒരു സാമ്പത്തികമായ പ്രവർത്തനമല്ല, ഒരു കാഴ്ചപ്പാടാണ്, ഒരു സമീപനമാണ്. ആളുകൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്തുകൊണ്ട് പണമില്ലാത്തവന്റെ കയ്യിൽ നിന്ന് പണമുള്ളവൻ അവനെ പരമാവധി പണമില്ലാത്തവനെ ചൂഷണം ചെയ്തുകൊണ്ട് അധ്വാനിക്കാതെ പണമുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ പലിശ. ഇതാണ് വ്യക്തികൾ ചെയ്യുന്നത്, ഇതാണ് ബാങ്കും ചെയ്യുന്നത്, ഇതാണ് പലിശ സ്ഥാപനങ്ങൾ മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പണക്കാരൻ, അയാളുടെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട്. അയാൾക്ക് അയാളുടെ വീട്ടിലിരുന്ന് സുഖമായി ഈ 1 ലക്ഷം ഒരധ്വാനവും നടത്താതെ 1 ലക്ഷം അയാളുടെ കയ്യിലുണ്ട് എന്ന ഒരൊറ്റ കാരണത്താൽ അത് കൊടുത്തുകൊണ്ട് അയാള് അത് 1.5 ലക്ഷമാക്കി മാറ്റുകയാണ്, പിന്നെ അത് 2 ലക്ഷമാക്കി മാറ്റുകയാണ്, പിന്നെ അത് പിന്നെയും വർദ്ധിപ്പിക്കുകയാണ്. ഇത് തന്നെയാണ് ബാങ്കും ചെയ്യുന്നത്, ധനകാര്യ സ്ഥാപനങ്ങളും ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ പണം ഇല്ലാത്ത മനുഷ്യരെ ചൂഷണം ചെയ്തുകൊണ്ട് പണം ഉള്ള ആളുകൾ, അത് സ്ഥാപനങ്ങളാവട്ടെ, ബാങ്കുകളാവട്ടെ, വ്യക്തികളാവട്ടെ, സർക്കാരുകളാകട്ടെ, പണമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം ചൂഷണമാണ്. ചൂഷണമാണ് അതിന്റെ അടിസ്ഥാനം എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശയെപ്പറ്റി ഈ പറയുന്ന വർത്തമാനങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സമ്പത്തിനെ പറ്റി, അത് വിനിയോഗിക്കുന്നതിനെ പറ്റി സമൂഹത്തിന് ഒരു സങ്കല്പം, ഒരു കാഴ്ചപ്പാടുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് മനുഷ്യരോട് കാരുണ്യം കാണിക്കുക. നിങ്ങളുടെ ഈ സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങളുടേതല്ല എന്ന സങ്കല്പം നിങ്ങളിൽ ഉണ്ടാക്കുക. അല്ലാഹു എപ്പോഴും ചെയ്യുന്നത് എന്താണ്? ഒരു പണക്കാരൻ, പലിശക്കാരൻ എന്താണ് ചെയ്യുന്നത്? വിചാരിക്കുന്നത് എന്താണ്? ഇതെന്റെ പണം, ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ വിനിയോഗിക്കുന്നു. എന്റെ 1 ലക്ഷം രൂപയുണ്ട്, ഈ 1 ലക്ഷം രൂപ വേറെ ഒരാൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് എനിക്ക് അതിന്റെ ലാഭം കിട്ടിക്കൂടാ എന്നാണ് ഒരു പലിശക്കാരൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഖുർആൻ പറയുന്നത്. കച്ചവടം പോലെ തന്നെയാണ് പലിശ എന്ന് മുശ്രിക്കുകൾ പറയാനുള്ള കാരണം അതാണ്. ഒരു കച്ചവടക്കാരൻ പണം അവന്റെ കച്ചവടത്തിൽ വിനിയോഗിക്കുന്നു, ഒരു പലിശക്കാരൻ അവന്റെ പണം ഒരു പണം ആവശ്യമുള്ളവന് കൊടുക്കുന്നു. അപ്പൊ ഇത് രണ്ടും, എന്റെ പണം എന്റെ കയ്യിൽ നിന്ന് പോകുമ്പോൾ എനിക്കതിന് പകരം കിട്ടണം. അപ്പൊ കച്ചവടത്തിലേക്ക് എന്റെ പണം പോകുന്നത് പോലെ ഞാനൊരാൾക്ക് അത് സഹായമായിട്ട് കൊടുക്കുമ്പോൾ എന്റെ പണം എന്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്, അത് എനിക്ക് തിരിച്ചു വരുമ്പോൾ എനിക്ക് ലാഭം കിട്ടണം. ഇതും കച്ചവടവും ഒരുപോലെയാണ് എന്നാണ് മുശ്രിക്കുകൾ പറഞ്ഞത്.
പക്ഷെ ഈ മനസ്ഥിതിയെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരാകരിച്ചത്. അല്ലാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നാമതായി ആര് പറഞ്ഞു ഈ പണം നിങ്ങളുടേതാണ് എന്ന്? ഈ പണം ഒരിക്കലും നിങ്ങളുടേതല്ല. ഈ പണത്തിന്റെ ആത്യന്തികമായ ഉടമാവകാശം നിങ്ങളുടേതല്ല. നിങ്ങളുടെ പോക്കറ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ച് പണം വെച്ചു തന്നിരിക്കുന്നു. ഈ പണത്തിന്റെ യഥാർത്ഥ ഉടമ അല്ലാഹുവാണ്. വാതൂഹും മിൻ മാലില്ലാഹി അല്ലദീ ആതാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ മാലുല്ലാഹ്, അല്ലാഹുവിന്റെ പണത്തിൽ നിന്ന് നിങ്ങൾ അവർക്ക് കൊടുക്കുക എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഈ പണത്തിന്റെ ഉടമാവകാശം ഒരിക്കലും നിങ്ങൾക്കില്ല. ഇത് അല്ലാഹുവിന്റെ പണമാണ്. വൻഫിഖൂ മിമ്മാ ജഅലക്കും മുസ്തഖ്ലഫീന ഫീഹി. നിങ്ങൾക്ക് പ്രാതിനിധ്യാവകാശം, കൈകൃത്ര അധികാരം മാത്രം നൽകിയിരിക്കുന്ന, കൈകാര്യാവകാശം മാത്രം നൽകിയിരിക്കുന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾ അവർക്ക് കൊടുക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അപ്പൊ ഒന്നാമതായി നിങ്ങൾ ഈ ഡംബ് നടിക്കുന്നത് പോലെ, അഹങ്കരിക്കുന്നത് പോലെ ഒരിക്കലും ഈ പണം നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങൾ ആർജിച്ചെടുത്തതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് പണം തന്നിരിക്കുന്നു. അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. നിങ്ങളുടെ ഇന്നാലിന്റെ കച്ചവടം അത് വിജയിപ്പിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ച് നിങ്ങളുടെ പോക്കറ്റിൽ കുറച്ച് പണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി. നിങ്ങൾക്ക് ഇന്നാലിന്റെ ഭൂമി നൽകി അല്ലാഹു നിങ്ങളെ ഒരു സമ്പന്നനാക്കി. അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങൾ ആർജിച്ചെടുക്കുന്നത് അല്ലാതെ ഇതിന്റെ ആത്യന്തികമായ ഉടമാവകാശം അല്ലാഹുവിന്റേതാണ്. അതുകൊണ്ട് ഈ പണം എങ്ങനെ വിനിയോഗിക്കണം എന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം ഒരിക്കലും നിങ്ങൾക്കില്ല. അത് അല്ലാഹുവിന്റെ അവകാശമാണ്. ആ അവകാശം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ധനം എങ്ങനെ ചെലവഴിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ കൂട്ടത്തിൽ നാട്ടിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് പലിശക്ക് കൊടുക്കുകയല്ല വേണ്ടത്, അവരെ സഹായിക്കുകയാണ് വേണ്ടത് എന്ന ശക്തമായ സന്ദേശമാണ് ഖുർആൻ നൽകിയത്. ഈ ആയത്തുകൾക്ക് മുമ്പ് അല്ലാഹു പറയുന്നത് സദഖയെ പറ്റിയാണ്. അല്ലാഹു തേച്ചു മായ്ച്ചു കളയുന്നു പലിശയെ. വയുർബി സദഖാത്ത്, സദഖയെ അവൻ വളർത്തിക്കൊണ്ടുവരുന്നു എന്ന് അല്ലാഹു പറയുകയുണ്ടായി. ഈ സദഖയെ പറ്റി പറഞ്ഞു എന്ന് മാത്രമല്ല, ഇതിന്റെ മുമ്പുള്ള ആയത്തുകളിൽ അല്ലാഹു പറയുന്നത്, നിങ്ങളെ ഈ പണം ദാനമായിട്ട് നൽകുമ്പോൾ ഒരിക്കലും ആ ദാനത്തെ തുടർന്ന് നിങ്ങൾക്ക് യാതൊരുവിധ പ്രയാസവും ഉണ്ടാകുവാൻ പാടുള്ളതല്ല. അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുന്ന ആളുകൾ സുമ്മ ലാ യുത്ബിഊന മാ അൻഫഖൂ മന്നം വലാ അദാ, ചെലവഴിച്ചതിനെ തുടർന്ന് അത് എടുത്തു പറയുകയോ മാനസികമായി പണം പോയതിൽ ഒരു പ്രയാസം അനുഭവിക്കുകയോ ചെയ്യാത്ത ആളുകൾ, അവർക്ക് ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്കാണ് അല്ലാഹുവിങ്കൽ പ്രതിഫലമുള്ളത്. അല്ലാത്തവർക്ക് പ്രതിഫലം ഇല്ല എന്ന് ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ, എടുത്തു പറഞ്ഞുകൊണ്ടും പണം പോയി എന്ന് ദാനം കൊടുത്ത ശേഷം വിചാരിച്ചുകൊണ്ടും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സദഖകളെ ബാത്തിലാക്കി കളയരുത് എന്ന് ഖുർആൻ പറയുകയുണ്ടായി. അപ്പൊ ബാത്തിലാക്കുകയാണ്. അങ്ങനെ ഒരു ആള് 100 രൂപ കൊടുത്ത ശേഷം ആ 100 രൂപ കൊടുത്തത് കുറച്ച് കൂടിപ്പോയി, അല്ലെങ്കിൽ അത് കൊടുക്കേണ്ടതില്ലായിരുന്നു എന്ന് ഒരാൾക്ക് മാനസികമായി പ്രയാസമുണ്ടാകുന്നതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദാനത്തെ എഴുതി വെക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. ആ ദാനത്തെ ബാത്തിലാക്കി കളയുകയാണ് ചെയ്യുന്നത്. ആ ദാനത്തിന്റെ പ്രയോജനം മറ്റൊരാൾക്ക് കിട്ടിയെന്നുള്ളത് ശരിയാണ്, പക്ഷേ അതിന്റെ പ്രയോജനം ഈ ദാനം നടത്തുന്ന ആൾക്ക് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ല. അപ്പോ ഇസ്ലാം ദാനം ചെയ്യണം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് പകരം ദാനം ചെയ്യുന്നതും വളരെ വിമലമായ വിശുദ്ധമായ ഒരു മനസ്സോടും കാഴ്ചപ്പാടോടും കൂടി ആയിരിക്കണം എന്ന ഏറ്റവും ഉയർന്ന വിധാനത്തിലേക്ക് മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരികയാണ് സാമ്പത്തിക കാര്യത്തിൽ ഇസ്ലാം ചെയ്യുന്നത്. ഇങ്ങനെ ആളുകൾക്ക് ഈ ഒരു നല്ല ഉദാരമായ മനസ്സോടുകൂടി ജനങ്ങളെ സഹായിക്കുക. പ്രയാസങ്ങളുള്ള ആളുകൾക്ക് ഫനിദറത്തുൻ ഇലാ മൈസറ, പ്രയാസം അവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരുടെ ബുദ്ധിമുട്ട് ഒന്ന് ഒരു ലഘൂകരണം ഉണ്ടാകുന്നത് വരെ അവർക്ക് അവധി കൊടുക്കുക. അങ്ങനെ പണം കടം കൊടുക്കുക എന്നതല്ലാതെ ഒരിക്കലും പലിശക്ക് കൊടുക്കുവാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞ് ഖുർആൻ വളരെ ശക്തമായി പലിശക്കെതിരെ യുദ്ധം നടത്തുകയായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇന്ന് ഇതൊക്കെ ജനങ്ങൾ മറന്നു കളഞ്ഞിരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പോലും അവർക്ക് ജനങ്ങളെ സഹായിക്കുവാനുള്ള അവരുടെ മനസ്സ് വളരെ പിന്നിലാണ്. മറ്റേ ആളുകളെ അപേക്ഷിച്ച് ശരിയാണ്, മുസ്ലിം സമുദായം ഔദാര്യമുള്ളവരാണ്. പക്ഷെ പരിശുദ്ധ ഖുർആൻ ഉയർത്തിക്കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആ വിധാനത്തിലേക്ക് നമ്മുടെ സമുദായത്തിന് ഉയരാൻ കഴിയാത്തത് കൊണ്ടാണ് സമുദായത്തിലും പലിശ വളരെ വ്യാപകമായി വരുന്നത്.
എന്നത് നമുക്ക് കാണാതിരുന്നുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശയ്ക്ക് എതിരെ അതിശക്തമായ സമരമാണ് നടത്തിയിരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകില റിബ വമൂകിലഹു വശാഹിദൈഹി വകാതിബഹു വഖാല ഹും സവാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു പലിശ തിന്നുന്നവനെയും പലിശ തീറ്റുന്നവനെയും പലിശയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ആളുകളെയും വകാതിബഹു പലിശ എഴുതി വെക്കുന്നവനെയും എഴുതുന്നവനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. വഖാല ഹും സവാ, അവരെല്ലാവരും സമമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. പലിശ തിന്നുകയും തീറ്റുകയും ചെയ്യുന്നവൻ, പലിശ എഴുതി അതിന്റെ എഴുത്തുകാരനായി നിൽക്കുന്നവൻ, അതിന്റെ സാക്ഷിയായി നിൽക്കുന്നവൻ, എല്ലാവരും സമമാണ്. അവരെയൊക്കെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. റസൂലിന്റെ ശാപം ഏറ്റ ആളുകള്, അള്ളാഹുവിന്റെ ശാപമേറ്റ ആളുകള്, ഈ അള്ളാഹുവിന്റെ ശാപമേറ്റ ഈ ആളുകള്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെയും റസൂലിന്റെയും യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ട ആളുകള്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് അവർ എഴുന്നേറ്റ് നിൽക്കുന്നത് കമാ യഖൂമു അല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. പിശാച് ബാധ ഏറ്റ ആളുകള് ഇങ്ങനെ വീണ് എഴുന്നേറ്റ് നിൽക്കുമ്പോ നേർക്ക് നിൽക്കാൻ പറ്റാത്ത ആളുകള്. ഇത് പരലോകത്ത് സംഭവിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ സയ്യിദ് ഖുത്ബിനെ പോലുള്ള മുഫസ്സിറുകൾ പറയുന്നത് പരലോകത്ത് മാത്രമല്ല ഇഹലോകത്തും അവർ അങ്ങനെയായിരിക്കും. വളരെ ശരിയാണ്. തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് ഇഹലോകത്ത് തന്നെ അതിന്റെ പ്രതിഫലനങ്ങൾ കാണാൻ പറ്റും. പിശാച് ബാധയേറ്റവരെ പോലെ എഴുന്നേറ്റ് നിൽക്കുന്ന ആളുകളാണ് പലിശ. എന്നതാണ് കാണുന്നത്. വ്യക്തികളും വ്യവസ്ഥിതികളും അങ്ങനെയാണ്. മുതലാളിത്തമാണ് പലിശ വ്യവസ്ഥിതിയെ ലോകത്തേക്ക് വലിയ പ്രചാരം നൽകിക്കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് ഇന്ന് പ്രചാരം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ മുതലാളിത്ത വ്യവസ്ഥിതി എന്തുകൊണ്ടാണ് തകരുന്നത്? എന്തുകൊണ്ടാണത് തകരുന്നത്? ഇസ്ലാം പറയുന്നത് ഈമാനും ഇഖ്തിസാദും തമ്മിൽ ബന്ധമുണ്ട്, ഈമാനും സാമ്പത്തിക അവസ്ഥയും തമ്മിൽ ബന്ധമുണ്ട്. ഈമാനുള്ളവന് സാമ്പത്തികമായ സുരക്ഷിതത്വം ഉണ്ടാകും. ഈമാനില്ലാത്ത ആളുകൾക്ക് ഈമാനില്ലാത്ത സാമ്പത്തിക വ്യവസ്ഥിതിക്ക് നിലനിൽപ്പില്ല എന്നുള്ളതാണ്. വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാവാതി വൽ അർദ്. ഒരു ഗ്രാമവാസികൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയും തഖ്വയുള്ളവരാവുകയും ചെയ്താൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബർക്കത്തുകൾ ഉണ്ടാകും. അതേസരം ഇന്നർ റജുല ലയുഹറമു റിസ്ഖു ബിദ്ദംബി. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ അതുവഴി ആ തെറ്റുവഴി അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുവഴി അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖ്, അയാളുടെ അന്നം നിഷേധിച്ചേക്കാം, അയാളുടെ സാമ്പത്തിക അവസ്ഥയെ അയാളുടെ കുറ്റകൃത്യങ്ങൾ ബാധിച്ചേക്കാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതിയെ അത് ബാധിക്കും. ഒരു ഗ്രാമവാസികൾ ഈമാനുള്ളവ ഒരു ഗ്രാമത്തിന് അള്ളാഹുവിന്റെ ബർക്കത്തുകൾ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും വർഷിക്കും. ഇന്ന് ലോകത്ത് സാമ്പത്തികമായ പിരിമുറുക്കം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സകല പലിശ വ്യവസ്ഥിതികളും തകർന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ലോകത്ത് സാമ്പത്തിക വ്യവസ്ഥിതി അപ്പാടെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? ഇതിന്റെയൊക്കെ അടിസ്ഥാനം പലിശയാണ് എന്നുള്ളതാണ്. പലിശയില്ലാത്ത ഒരു സാമ്പത്തിക വ്യവസ്ഥിതി ഒരിക്കലും ലോകത്ത് സംഭവ്യമല്ല എന്ന് നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മുതലാളിത്തം. 1950കളിലും 40കളിലും ഇമാം അബുല്ലാല മൗദൂദിയെ പോലുള്ള ഇസ്ലാമിനെ ഒരു സമഗ്ര ദർശനമായി അവതരിപ്പിച്ചിരുന്ന നവോത്ഥാന നായകന്മാർ മുതലാളിത്തത്തിനും കമ്മ്യൂണിസത്തിനും ഒരിക്കലും ലോകത്ത് നിലനിൽപ്പില്ല, പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണ് ലോകത്തിന്റെ പ്രത്യയശാസ്ത്രം എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അത് സ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ശക്തമായ ഇസ്ലാമിന്റെ ബദൽ സാമ്പത്തിക വ്യവസ്ഥിതിയെ സമർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും പലിശ മുക്തമായ പലിശരഹിതമായ ഒരു സാമ്പത്തിക വ്യവസ്ഥിതി ഇസ്ലാമിന് മാത്രമേ ഉള്ളൂ. പലിശരഹിതമായ ഒരു സാമ്പത്തിക വ്യവസ്ഥിതി ലോകത്ത് പ്രയോഗവൽക്കരിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ശക്തമായി കൃതികൾ എഴുതിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവരൊക്കെ ഏത് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ച ആളുകൾ ഉണ്ടായിരുന്നു. തനി യുട്ടോപ്പിയയാണ് ഇത്, ഒരിക്കലും സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത സംഗതിയാണ് പലിശയില്ലാത്ത ഒരു സാമ്പത്തിക വ്യവസ്ഥിതി എന്നായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവസ്ഥയൊക്കെ മാറി. പലിശ എന്ന് പറയുന്നത് ഇന്ന് ഒരു നീചമായ മനുഷ്യത്വത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് എന്ന് ഇന്ന് ലോകം അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പലിശയില്ലാത്ത സാമ്പത്തിക വ്യവസ്ഥിതി സാധ്യമാണ് എന്ന് ഇന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ലോകത്ത് 300-ലധികം 400ഓളം ഇസ്ലാമിക ബാങ്കുകൾ ഉണ്ടായത്. 400ഓളം ഇസ്ലാമിക ബാങ്കുകൾ ഉണ്ടായി ലോകത്ത്. 100 ബില്യൺ
1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. 100 ബില്യൺ ഡോളറാണ് ഈ ഇസ്ലാമിക ബാങ്കുകളുടെ ആസ്തി. പലിശ തൊടാതെ ബാങ്കുകൾ നടത്താൻ പറ്റുമെന്ന് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമുക്ക് സഞ്ചരിച്ചാൽ കാണാൻ പറ്റും. ഇന്ന് കാണുന്ന ഒരു ബാങ്ക് നാളെ നിങ്ങൾ ചെല്ലുമ്പോൾ അതിന്റെ വാലിൽ ഒരു ഇസ്ലാം കൂടി കൂട്ടിച്ചേർത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദോഹ ബാങ്ക് എന്ന് പറയുന്നത് നാളെ ചെല്ലുമ്പോൾ അത് ദോഹ ഇസ്ലാമിക് ബാങ്ക് ആയിട്ട് മാറിയിട്ടുണ്ടാവും. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഇസ്ലാമിക് ബാങ്കുകളാണ് മറ്റ് ബാങ്കുകളെക്കാൾ വിജയിക്കുന്നത്. മറ്റ് ബാങ്കുകള് നിങ്ങളിൽ നിന്ന് ഒരു ധനം വാങ്ങിവെച്ചിട്ട് നിങ്ങൾക്ക് 8% പലിശ തരുന്നു. ഈ ധനം മറ്റൊരാൾക്ക് കൊടുത്തിട്ട് അവരിൽ നിന്ന് 12% പലിശ വാങ്ങുന്നു. ബാക്കി 4% ബാങ്ക് ഒരു കാരണവുമില്ലാതെ അതിന്റെ ലാഭമായിട്ടെടുക്കുന്നു. ഇതാണ് ബാങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക് ബാങ്കുകൾ ചെയ്യുന്നത് നിങ്ങളിൽ നിന്ന് പണം വാങ്ങിയിട്ട് ആ പണം ബിസിനസ്സിൽ ഇറക്കുന്നു ഇസ്ലാമിക് ബാങ്കിന്റെ നേതൃത്വത്തിൽ. ആ കച്ചവടം ലാഭമാണ് എങ്കിൽ ആരാണോ പണം നിക്ഷേപിച്ചത് അവർക്കതിന്റെ ലാഭം കൊടുക്കും. ആ കച്ചവടം നഷ്ടമാണ് എങ്കിൽ ആരാണോ പണം നിക്ഷേപിച്ചത് അവർ അതിന്റെ നഷ്ടം സഹിക്കേണ്ടി വരും. അങ്ങനെ മുറാബഹ എന്ന് പറയുന്ന കച്ചവടത്തിന്റെ ലാഭനഷ്ടങ്ങൾ നിക്ഷേപകനും ബാധകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനിൽ നിന്ന് പണം വാങ്ങുകയും എന്നിട്ട് ഇതിന്റെ ലാഭവിഹിതം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാമിക് ബാങ്കുകൾ ചെയ്യുന്നത്. ഫലത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പലിശ ബാങ്കുകൾ 10% നിഷിദ്ധമായ പലിശ ഒരു നിക്ഷേപകന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിക് ബാങ്കുകൾ 15% അല്ലെങ്കിൽ 18% ഹലാലായ കച്ചവടത്തിലൂടെ ലഭിക്കുന്ന ലാഭത്തിന്റെ വിഹിതമായിട്ട് ഒരു നിക്ഷേപകന് കൊടുക്കാൻ തുടങ്ങിയതോടുകൂടി ഇസ്ലാമിക് ബാങ്കുകളാണ് ഒരു പലിശയിലും ഒരു പലിശമുക്ത സാമ്പത്തിക വ്യവസ്ഥിതിയിലും വിശ്വാസമില്ലാത്ത സത്യനിഷേധിയായ ദൈവവിശ്വാസം പോലുമില്ലാത്ത ഒരാൾക്കും ഏറ്റവും നല്ലത് ഇസ്ലാമിക് ബാങ്കുകളാണ് എന്ന് അവർ മനസ്സിലാക്കുകയും അങ്ങനെ അവർ ഇസ്ലാമിക ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുവാൻ മുന്നോട്ട് വരികയും ചെയ്തു. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈമാനും സമ്പത്തും തമ്മിൽ ബന്ധമുണ്ട്. പലിശയില്ലാത്തത് പലിശയില്ലാത്ത കച്ചവടം, സാമ്പത്തിക പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടാകുന്ന ഒരു സാമ്പത്തിക പ്രവർത്തനമാണ്. അതേസരം പലിശയുള്ള സാമ്പത്തിക പ്രവർത്തനത്തിന് അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപവും യുദ്ധവുമാണ് ഉണ്ടാവുക. അപ്പൊ പലിശയില്ലാത്ത ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലോകത്ത് 970-കൾ മുതൽ വിജയിച്ചു വരുന്നത് ലോകത്തിന് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് ഇസ്ലാമിക ബാങ്കുകളുടെ എണ്ണം വർദ്ധിക്കുന്നത്. സാക്ഷാൽ ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്പും അവരുടെ ഏറ്റവും പ്രശസ്തമായ ലോകപ്രശസ്തമായ ബാങ്കുകൾക്കൊക്കെ ഇന്ന് ഇസ്ലാമിക് കൗണ്ടറുകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക് കൗണ്ടറുകൾ ഇസ്ലാമിക മാർഗേണ പലിശമുക്തമായ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് പലിശ ബാങ്കുകൾ തന്നെ പ്രത്യേകമായ സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തും ആ ദിശയിലുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തെ ബാങ്കുകളും ഇതുപോലെ ഇസ്ലാമിക് കൗണ്ടറുകൾ തുടക്കുവാൻ ഉദ്ദേശിക്കുന്നു. ഇന്ത്യയിലേക്കും ഇസ്ലാമിക ബാങ്കുകൾ പ്രവേശനത്തിനു വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദം ചോദിച്ചു കഴിഞ്ഞു. അത് കൊടുക്കാനുള്ള പഠനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര ഭരണകൂടം. അവർക്കറിയാം ഇന്ത്യ രാജ്യത്തേക്ക് പ്രവേശനം നിഷേധിക്കാൻ സാധ്യമാവാത്തത്ര ഇസ്ലാമിക് ബാങ്കുകൾ ലോകത്ത് അതിന്റെ ഇടം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കൻ യൂറോപ്യൻ ബാങ്കുകൾ പോലും ഇസ്ലാമിക് കൗണ്ടറുകൾ തുറക്കാൻ നിർബന്ധിതമായി കഴിഞ്ഞ സാഹചര്യത്തിൽ ആഗോളവൽക്കരണത്തിന്റെ ഈ യുഗത്തിൽ ഇന്ത്യ രാജ്യത്ത് മാത്രം ഇസ്ലാമിക് ബാങ്കുകൾ ഇതുവരെ നിരോധിച്ചതുപോലെ, അനുവാദം കൊടുക്കാതിരുന്നതുപോലെ ഇനി കൊടുക്കാതിരിക്കുവാൻ സാധ്യമല്ല. ഇന്ത്യൻ ബാങ്കുകൾക്ക് പോലും ഇസ്ലാമിക പതിപ്പുകൾ അനുവദിക്കുകയാണ് ഇനി ബുദ്ധി എന്ന ഒരു നിഗമനത്തിലേക്ക് നമ്മുടെ ഭരണാധികാരികൾ വരുന്നത് കൊണ്ടാണ് പ്രധാനമന്ത്രി ഇസ്ലാമിക ബാങ്കിങ്ങിനെ പറ്റി പഠിക്കുവാൻ സമിതി നിശ്ചയിക്കുന്നതും വിദേശത്തു നിന്ന് ഈ ആവശ്യവുമായി വരുന്ന ഇസ്ലാമിക് ബാങ്കുകൾക്ക് ഭാവിയിൽ തീർച്ചയായും അനുവാദം നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇത് വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പലിശയില്ലാതെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റും എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ പ്രശ്നം, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ, നമ്മുടെ ഭരണകൂടങ്ങളിൽ, നമ്മുടെ പഞ്ചായത്തുകൾക്ക്, നമ്മുടെ അതുപോലുള്ള സ്ഥാപനങ്ങൾക്ക്, മുനിസിപ്പാലിറ്റികൾക്ക്, കോർപ്പറേഷനുകൾക്ക് ഒന്നും ഇത് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അവരിപ്പോഴും ഈ മുതലാളിത്തത്തിന്റെ പ്രചാരണത്തിൽ വഴങ്ങിക്കൊണ്ട് പലിശയില്ലാത്ത ഒരു ഏർപ്പാടിനെ പറ്റി അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ ഈ അവസ്ഥ സഹോദരന്മാരെ മാറേണ്ടതുണ്ട്. ഒന്നാമത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലിശയെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലിശയെ മാറ്റി നിർത്തുവാൻ ശ്രമിക്കുക. ചില പ്രവണതകളെ നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. അതായത് കഷ്ടപ്പെടുന്ന മനുഷ്യന്മാര് പലിശ എടുക്കുന്ന ഒരു ഏർപ്പാട്.
പലിശക്ക് പണമെടുക്കുന്ന ഏർപ്പാട്. ഇതിന് ആശ്വാസം നൽകുവാൻ നമുക്ക് പലിശരഹിത നിധികളും അതുപോലുള്ള സംവിധാനങ്ങളും എല്ലാ മഹല്ലുകളിലും ഉണ്ടാകേണ്ടതുണ്ട്. ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കേരളത്തിൽ അങ്ങനെയുള്ള പല പലിശരഹിത നിധികളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ നിക്ഷേപങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് വളരെ ചെറിയ സംഖ്യയാണ് എങ്കിലും സഹായമായിട്ട് കൊടുക്കുകയും അവർ അത് കൃത്യമായി തിരിച്ചടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏർപ്പാട്, പലിശരഹിത നിധികൾ ഇന്ന് കേരളത്തിൽ, ഇന്ത്യ രാജ്യത്ത് പലയിടങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില മഹല്ലുകൾ ഈ വിധത്തിലുള്ള പലിശരഹിത നിധികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ വളരെ നമ്മുടെ ഈ പലിശ ബാങ്കുകളിൽ, അതായത് അള്ളാഹുവിന്റെ അനുഗ്രഹമില്ലാത്ത ഏർപ്പാടുകൾ തകരുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പലിശ ബാങ്കുകൾ പലിശക്ക് കൊടുക്കുന്ന പണം പലതും അതിന് തിരിച്ചു കിട്ടുന്നില്ല, അത് ജപ്തി ചെയ്യേണ്ടി വരുന്നു. അങ്ങനെയൊക്കെയാണ് എങ്കിലും കുറെ കിട്ടാക്കടം, അങ്ങനെ ഇതുകൂടി കണ്ടുകൊണ്ടാണ് ബാങ്കുകൾ പലിശ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേ അവസരം ഇതുപോലുള്ള യാതൊരുവിധ ബാങ്ക് സംവിധാനവും ഇല്ലാതെ പാവപ്പെട്ട മനുഷ്യന്മാരെ അല്ലറ ചില്ലറ വിഭവങ്ങളോടുകൂടി നടത്തുന്ന പലിശരഹിത നിധികളിൽ അതിൽ നിന്ന് കടമെടുക്കുന്ന ആളുകൾ, അവർക്ക് കുറെ പ്രയാസങ്ങൾ ഉണ്ട് എങ്കിലും, ഒരു ഗ്യാരണ്ടിയും ഇല്ല എങ്കിലും, ഒരു ജപ്തി ഭീഷണിയും ഇല്ല എങ്കിലും മാന്യമായിട്ട് ഈ എടുക്കുന്ന പണം അതിൽ ഭൂരിപക്ഷം ആളുകളും 95% ആളുകളും വളരെ കൃത്യമായിട്ട് തിരിച്ചടച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു. ബാങ്കിൽ നിന്ന് പലിശക്കെടുക്കുന്ന ആളുകൾ തിരിച്ചടക്കാതിരിക്കുന്നത് പോലെ പലിശരഹിത നിധികളിൽ നിന്ന് പണമെടുക്കുന്ന ആളുകൾ തിരിച്ചടക്കാതിരിക്കുന്നില്ല. അവർ അത് മാന്യമായ ഒരു ഏർപ്പാടായിട്ട് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അവർ തിരിച്ചടച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ സാമ്പത്തിക ക്രമവും പിശാചിന്റെ സാമ്പത്തിക ക്രമവും തമ്മിലുള്ള വ്യത്യാസമാണത്. പിശാച് ബാധയേറ്റ ആളുകൾ സാമ്പത്തിക പ്രവർത്തനം നടത്തുന്നതും ദൈവത്തിന്റെ കാരുണ്യത്തോടുകൂടി അള്ളാഹുവിന്റെ പ്രത്യേകമായ ഫضലോടും ബറക്കത്തോടും കൂടി സാമ്പത്തിക പ്രവർത്തനം നടത്തുന്നവരും തമ്മിലുള്ള വ്യത്യാസമാണത്. ഇത് സ്വാഭാവികമായും വിജയിക്കും. ഇസ്ലാമിക ബാങ്കുകൾ അതുകൊണ്ടാണ് വിജയിക്കുന്നത്, പലിശരഹിത നിധികൾ അതുകൊണ്ടാണ് വിജയിക്കുന്നത്. ഇങ്ങനെയൊക്കെ മനുഷ്യന്റെ കഴുത്തറുത്ത് പണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന പലിശ ബാങ്കുകൾ ഒന്നൊന്നായി തകർന്നുകൊണ്ടിരിക്കുന്നത് അത് ഒരിക്കലും അള്ളാഹുവിന്റെ അനുഗ്രഹമുള്ള ഒരു ഏർപ്പാടല്ലാത്തത് കൊണ്ടാണ്. മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥിതി മൂക്കുകുത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വം അതിന്റെ ഏറ്റവും വലിയ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പരാജയത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് നമ്മുടെ രാജ്യം പോലുള്ള പലിശയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ എന്ത് കോപ്രായങ്ങൾ കാണിച്ചിട്ടും ജനങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാതെ, പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ ഈ പരിഷ്കരണങ്ങൾ മുഴുവനും പരാജയപ്പെടുവാനുള്ള കാരണം അതിന്റെയൊക്കെ അടിത്തറ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമില്ലാത്ത, അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച, റസൂൽ യുദ്ധം പ്രഖ്യാപിച്ച, റസൂലിന്റെ ശാപമുള്ള പലിശ വ്യവസ്ഥിതികളാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മള് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലിശയെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാനിത് പറയാനുള്ള കാരണം, ആളുകൾ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ബാങ്കിൽ നിന്ന് പലിശക്ക് പണമെടുക്കുന്നത് ഇന്ന് നമ്മുടെ സമുദായത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. യാതൊരുവിധ മനസ്സാക്ഷിക്കുറ്റമില്ലാതെ വളരെ നിർബന്ധിതമായ സാഹചര്യത്തിൽ ഒരാൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാവുന്നതാണ്. അത് വളരെ നിർബന്ധിതമായ ഒരു സാഹചര്യമാണ് എന്ന് അയാൾക്ക് പറയാൻ കഴിയണം. അതേസരം ഉള്ള വീട് വലുതാക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക, അത്യാവശ്യം നിലനിന്നു പോകാനുള്ള ഒരു കച്ചവടം ഉണ്ടായിരിക്കെ ഇനിയും സാമ്രാജ്യം മുഴുവനും വെട്ടിപ്പിടിക്കണമെന്ന് വിചാരിച്ച് ബാങ്കിൽ നിന്ന് 10% പലിശ കൊടുത്താൽ എനിക്ക് ഉണ്ടാക്കാൻ, ആ പണം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നത് 20% ലാഭമാണ് എന്നിരിക്കെ പിന്നെ എന്തിനു ഞാൻ പലിശക്ക് എടുക്കാതിരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ട് 20% ലാഭം പ്രതീക്ഷിക്കുന്ന ഒരു ബിസിനസിന് 10% പലിശ കൊടുത്താൽ എന്ത് എന്ന് വിചാരിച്ചുകൊണ്ട് ഉള്ള കച്ചവടം വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കുക. അതുപോലെ തന്നെ അത്യാവശ്യമില്ലാത്ത വാഹനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്, ഉള്ള വാഹനം പുതുക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മുടെ സമുദായത്തിൽ പല ആളുകളും, നമസ്കരിക്കുന്നവരും നോമ്പ് പിടിക്കുന്നവരും അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും പലിശ ഏർപ്പാട് ഇത്ര ലാഘവത്വത്തോടുകൂടി ചെയ്യേണ്ട ഒരു സംഗതിയല്ല. അൽ-ലറൂറാത്ത് തുബീഹുൽ മഹ്ദൂറാത്ത്. നിർബന്ധിതമായ സാഹചര്യങ്ങളിൽ നിഷിദ്ധങ്ങൾ അനുവദനീയമാകും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു നിർബന്ധിത സാഹചര്യത്തിൽ നമുക്ക് പലിശക്ക് എടുക്കാം, പലിശ കൊടുക്കേണ്ടി വരും. പക്ഷെ ആ നിർബന്ധിതമായ സാഹചര്യം നിർണയിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് തെറ്റുപറ്റാൻ പാടുള്ളതല്ല. ഒരു കൂരയുമില്ല, ഒരു വീടുമില്ല, ലോകത്ത് താമസിക്കുവാൻ ഇനി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയല്ലാത്ത മറ്റൊരു മാർഗവുമില്ല
എന്ന് പടച്ചതമ്പുരാൻ അറിയാം എന്ന ഒരു ഘട്ടത്തിലേക്ക് ഒരാൾ എത്തുമ്പോൾ അള്ളാഹുവും ഞാനും തമ്മിൽ അത് ആയിക്കൊള്ളും എന്ന് ഒരാൾക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അയാൾക്ക് ലോൺ എടുക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിലല്ലാതെ ഒരാൾക്ക് ലോൺ എടുക്കുവാൻ യാതൊരുവിധ ന്യായവും ശറയിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് നിക്ഷേപത്തിന് പലിശ കിട്ടുന്ന ആളുകൾ അതുപയോഗിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ സമുദായത്തിൽ പല ആളുകളും മറ്റുള്ള സമുദായത്തിലുള്ളതുപോലെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അവരുടെ കയ്യിലുള്ള 10 ലക്ഷം രൂപ ബാങ്കിൽ കൊണ്ടുപോയിട്ട് അതുകൊണ്ട് ജീവിക്കുക. ശരിയാണ്, അവർ വൃദ്ധന്മാരായിട്ടുണ്ടാവും. അവരുടെ പെൻഷൻ പണം അല്ലെങ്കിൽ അവരുടെ ഗ്രാറ്റുവിറ്റി അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും വരുമാനം അത് ബാങ്കിലിട്ടുകൊണ്ട് അവശേഷിക്കുന്ന ജീവിതം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് നമസ്കരിച്ച് നോമ്പ് പിടിച്ച് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഈ പലിശ പണം കൊണ്ട് ജീവിച്ചു പോകാം എന്ന് വിചാരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവർ തിന്നുന്നത് എന്താണ്? അവരുടെ ഭക്ഷണം എന്താണ്? അവർ നോമ്പ് തുറക്കുന്നത് എന്തുകൊണ്ടാണ്? ബാങ്കിൽ പണമിട്ടുകൊണ്ട് ഈ പണത്തിന്റെ പലിശ വാങ്ങി തിന്നുന്ന ആളുകള് അതൊരു കുറ്റകൃത്യമായിട്ട് അവർ മനസ്സിലാക്കുന്നില്ല. ലഅന റസൂലുള്ളാഹി ആകിലഹു വ മൂകിലഹു, പലിശ തിന്നുന്നവനും തീറ്റുന്നവനും രണ്ടു കൂട്ടരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട് എന്നാണ് ഹദീസുകളിൽ വന്നിരിക്കുന്നത്. അപ്പൊ ആ ഗണത്തിലാണ് ഈ നമസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയും ഹജ്ജ് ചെയ്യുകയും ചെയ്തിരിക്കുന്ന ആള് ഉൾപ്പെടുന്നത്. അപ്പൊ പലിശ വാങ്ങി തിന്നുന്ന ആളുകള് ബാങ്കുമായിട്ടുള്ള ഇടപാട് നമ്മുടേതുപോലുള്ള ഒരു രാജ്യത്ത് നടത്തുവാൻ നമ്മൾ നിർബന്ധിതരാണ്. ശരിയാണ്, നമ്മുടെ കയ്യിലുള്ള പണം നിക്ഷേപിക്കുവാൻ നമുക്ക് ബാങ്കുകളെ സമീപിക്കേണ്ടി വരും. ഭരണകൂടത്തിന്റെ കുറെ നിയമങ്ങൾ പാലിക്കുവാൻ നമുക്ക് ബാങ്ക് വഴി പിന്നെ ഇടപാടുകൾ നടത്തേണ്ടി വരും. പക്ഷെ ഇങ്ങനെയൊക്കെ ഇടപാടുകൾ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന പലിശ അതൊരിക്കലും നമ്മുടെ യഥാർത്ഥ സമ്പത്തിൽ കലരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ബാങ്കിൽ നിന്ന് കൃത്യമായി പലിശ എത്രയാണ് നമ്മുടെ പണം നിക്ഷേപിച്ചതിൽ വന്നിട്ടുള്ളത് എന്ന് കൃത്യമായി നോക്കുകയും അതൊരിക്കലും എന്റെ ഹലാലായ ധനത്തിൽ കലരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടല്ലോ, കുറെ നല്ല മനുഷ്യന്മാര് കേരളത്തിലെ ഇന്ത്യ രാജ്യത്തിലെ ബാങ്കുകളിൽ കോടിക്കണക്കിന് രൂപയാണ് മുസ്ലിങ്ങളുടെ പലിശ ഇനത്തിൽ കെട്ടിക്കിടക്കുന്നത് എന്ന് സാധാരണ പറയപ്പെടാറുണ്ട്. ഒരിക്കലും ബാങ്കുകൾക്ക് ഈ പലിശ കൊടുക്കാൻ പാടുള്ളതല്ല. ബാങ്കിൽ നിന്ന് ആ പലിശ എടുക്കണം. നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന പലിശ നമ്മൾ എടുക്കുകയും എന്നിട്ട് ആ പലിശ നമ്മളല്ലാത്ത മറ്റുള്ളവർക്ക് അത് കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത്. നമ്മുടെ ചുറ്റുപാടുമുള്ള പാവങ്ങളായ ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുകാര്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പിന്നെ പൊതുകാര്യ സംരംഭങ്ങൾ അങ്ങനെയുള്ള ഏതെങ്കിലും സംരംഭങ്ങൾക്ക് നമ്മുടെ പലിശ ഇനത്തിൽ വരുന്ന അല്ലെങ്കിൽ വ്യക്തികൾക്ക് അത് നമുക്ക് നിഷിദ്ധവും മറ്റുള്ളവർക്ക് ഹലാലുമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ ഒരിക്കലും അത് ഉപയോഗിക്കുകയില്ല എന്ന് തീരുമാനിച്ച് അങ്ങനെ കിട്ടുന്ന പലിശ അത് പാവങ്ങൾക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മുടെ സമ്പത്തിൽ അത് കലരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അങ്ങനെ പലിശ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യാത്ത ശുദ്ധമായ ഒരു സാമ്പത്തിക ജീവിതം നയിക്കുവാൻ സഹോദരന്മാരെ നമുക്ക് കഴിയണം. ഒരിക്കലും പലിശ ഇടപാടിലേക്ക് പ്രവേശിക്കുകയില്ല. വളരെ നിർബന്ധിതമായ ഒരു സാഹചര്യത്തിലേ ഞാനത് ചെയ്യുകയുള്ളൂ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ എനിക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ അൽ-ലറൂറാത്ത് തുബീഹുൽ മഹ്ദൂറാത്ത്, നിഷിദ്ധമായ കാര്യങ്ങൾ അനിവാര്യമായ സാഹചര്യങ്ങളിൽ അനുവദനീയമാണ് എന്ന് പറയുന്ന തത്വം ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ്. അത് വേറെയും വലിയ തെറ്റുകൾ മനുഷ്യന്മാർക്ക് അനുവദനീയമാകും. അത് അതുപോലുള്ള ഒരു സാഹചര്യം വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഒരാള് പിന്നെ ദാഹിക്കുന്നു, അയാൾക്ക് കുടിക്കാൻ ഒരു വെള്ളവുമില്ല, വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ അയാൾ മരിക്കും, അയാളുടെ മുമ്പിൽ കള്ള് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അയാൾക്ക് കള്ളു കുടിക്കാൻ അനുവാദമുണ്ട്. കാരണം കള്ളു കുടിച്ചിട്ടില്ലെങ്കിൽ മരിക്കും എന്ന് തോന്നുമ്പോൾ ചെയ്യുന്ന ഒരു സംഗതിയാണ് അത്. ഇതുപോലുള്ള ഒരു സാഹചര്യം പലിശ വാങ്ങുമ്പോൾ നമുക്കുണ്ടോ അല്ലെങ്കിൽ പലിശ കൊടുക്കുമ്പോൾ നമുക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. പലിശ വാങ്ങുക എന്ന കുറ്റകൃത്യത്തിൽ നിന്ന് പലപ്പോഴും നമ്മിൽ ഭൂരിപക്ഷം ആളുകൾക്കും മാറി നിൽക്കാൻ സാധിക്കും. നമ്മുടെ ഈമാൻ അത്രത്തോളം ദുർബലമായിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ പലിശ കൊടുക്കാതിരിക്കുക എന്നതുകൂടി നമ്മുടെ ജീവിതത്തിലെ ഒരു സാമ്പത്തിക ധർമ്മമായിട്ട് നമുക്ക് പുലർത്താൻ സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലിശ ഒരിക്കലും കലരുന്നില്ല. നമ്മുടെ കച്ചവടങ്ങളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ വാഹനങ്ങളിൽ, നമ്മുടെ പിന്നെ വേറെയുള്ള ഏർപ്പാടുകളിൽ, നമ്മുടെ ഭക്ഷണത്തിൽ ഒരിക്കലും പലിശ പണം കലർന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായ നിലപാടാണ് പലിശയുടെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുക. അതിനെതിരെയുള്ള സംരംഭങ്ങളെ നമ്മൾ സഹായിക്കുക. പലിശരഹിത നിധികൾ നമുക്ക് നമ്മുടെ നാട്ടിലും നമ്മുടെ വണ്ടൂരും നമ്മുടെ ഈ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടും
ഒരു വലിയ പലിശരഹിത നിധിയെ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്, ഉള്ളതിനെ വികസിപ്പിക്കേണ്ടതുണ്ട്, അതിന്റെ മൂലധനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഈ നാട്ടിലെ 1000 രൂപക്കും 2000 രൂപക്കും വലിയ 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 സംരംഭങ്ങളെ പറ്റിയല്ല നമ്മൾ പറയുന്നത്. മൈക്രോ ഫൈനാൻസ് എന്ന് പറയുന്ന വളരെ ചെറിയ സംരംഭങ്ങളെ പറ്റിയാണ്. അപ്പോ 2000 രൂപ 3000 രൂപ ആവശ്യമുള്ള ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഒരു മരുന്ന് വാങ്ങാൻ ഇതൊക്കെ വട്ടിപ്പലിശക്കാരനെ സമീപിച്ചുകൊണ്ട് വാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയെങ്കിലും നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു 2-3 ലക്ഷം രൂപ മൂലധനമുള്ള ഒരു പലിശരഹിത നിധി, അതിലേക്ക് ആളുകൾ, ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് സഹായകമാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അതിലേക്ക് വഖഫ് ചെയ്യുവാൻ, അതിനു വേണ്ടിയിട്ട് അവന്റെ സമ്പത്തിന്റെ ദാനത്തിന്റെ ഒരു ഭാഗം അതിനുവേണ്ടി നീക്കിവെക്കുകയും അങ്ങനെ ഒരു 2-3 ലക്ഷം രൂപയെങ്കിലുമുള്ള ഒരു പലിശരഹിത നിധിയെ നമുക്ക് ഈ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്താൽ ഈ നാട്ടിൽ പ്രയാസപ്പെടുന്ന ആളുകൾ ഓടി വരുമ്പോൾ 1000 രൂപ 2000 രൂപ ഒരാഴ്ചക്ക് ഒരു മാസത്തേക്ക് കിട്ടണം എന്ന് പറയുമ്പോൾ അയാളെ സഹായിക്കുവാൻ നമുക്ക് കഴിയും. അങ്ങനെ പലിശ കൊടുക്കേണ്ടി വരുന്ന എത്രയോ ആളുകളെ രക്ഷിച്ചെടുക്കുവാൻ നമുക്ക് കഴിയും. ഇതുപോലുള്ള പാവങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിലിറങ്ങിയിരിക്കുന്ന വട്ടിപ്പലിശക്കാരെയും അതുപോലെ തന്നെ ഈ കൊള്ളപ്പലിശയിലൂടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാഞ്ചുകൾ ഒന്നിനു പിറകെ ഒന്നായി തുറന്നുകൊണ്ടിരിക്കുന്ന ഈ പലിശ ബാങ്കുകളെയും ഇവിടെയും പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കുവാൻ നമുക്ക് തീർച്ചയായും സാധിക്കും. ഇതുപോലുള്ള സംരംഭങ്ങളിൽ പങ്കാളിത്തം വഹിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നാട്ടിലെ സാമ്പത്തിക വ്യവസ്ഥിതിയെ മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിയണം. ഇസ്ലാമിനെ പറ്റിയും ഒരു സുന്ദരമായ ചിത്രം സമർപ്പിക്കുവാനുള്ള അവസരമാണ് പലിശരഹിത സാമ്പത്തിക ക്രമം എന്ന് പറയുന്നത്. ഇസ്ലാം ഇന്ന് വളരെ മുന്നോട്ട് പോയത് ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യദശകങ്ങളിൽ അല്ലെങ്കിൽ 30കളിലും 40കളിലും പലിശരഹിത ഇസ്ലാമിക സാമ്പത്തിക ബദലിനെ പറ്റി വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ അത് അവരുടെ പിൻഗാമികൾ ലോകത്ത് പ്രയോഗവൽക്കരിക്കുകയും അങ്ങനെ ഇസ്ലാമിക ബാങ്കുകൾ ഉണ്ടാക്കുകയും ചെയ്തതോടുകൂടി ഇസ്ലാം എന്ന് പറയുന്നത് മുഹമ്മദിന്റെ മരുഭൂമിയിൽ മാത്രം നടക്കുന്ന ഒരു ഏർപ്പാടല്ല. അത് 20ാം നൂറ്റാണ്ടിലും 21ാം നൂറ്റാണ്ടിലും പ്രയോഗവൽക്കരിക്കുവാൻ സാധിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും പോരാളികളെ മാത്രമല്ല പേടിയുള്ളത്, ഇസ്ലാമിന്റെ ബദൽ സാമ്പത്തിക വ്യവസ്ഥിതി പോലുള്ള ഇസ്ലാം ഉയർത്തുന്ന കനത്ത ദാർശനികമായ വെല്ലുവിളികളെയും പേടിക്കുന്നത് കൊണ്ടാണ് അമേരിക്കയുടെ ചിന്തകന്മാരും ബുദ്ധിജീവികളും സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഘടനത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ ചരിത്രത്തിന്റെ അന്ത്യത്തെപ്പറ്റിയുമൊക്കെ കൃതികൾ എഴുതിക്കൊണ്ട് സായുജ്യമടയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാമ്പത്തിക ക്രമം, ഇസ്ലാമിന്റെ സാമ്പത്തിക ക്രമം കൊണ്ടുവന്ന് ലോകത്ത് വിജയിപ്പിച്ചെടുക്കുന്നത് തീർച്ചയായും ഇസ്ലാമിന് വലിയ മൈലേജ് ഉണ്ടാക്കും എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അതിനെ തകർക്കുവാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ സാമ്പത്തിക ക്രമം ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായ സമ്പത്തിന്റെ പ്രശ്നം പരിഹരിക്കുവാൻ ഇസ്ലാമിന് സാധിക്കുമെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ ഇസ്ലാമിന് സാധിക്കുക തന്നെ ചെയ്യും എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ തീർച്ചയായും നമുക്ക് എളുപ്പമാണ്. ഇന്ന് ഇസ്ലാമിസ്റ്റുകളും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും ഇസ്ലാമിക പണ്ഡിതന്മാരും ലോകത്ത് ഇസ്ലാമിന്റെ സാമ്പത്തിക ക്രമം പ്രയോഗവൽക്കരിക്കുവാൻ ഈ നൂറ്റാണ്ടിലും സാധിക്കുമെന്ന് തെളിയിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മലേഷ്യയിലെ ഉപപ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയുമായിരുന്ന അൻവർ ഇബ്രാഹിം ഏറ്റവും നീചമായ കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെട്ടുകൊണ്ട് ഭരണത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും ജയിലറകളിൽ കഴിയേണ്ടി വന്നതും ഇപ്പോൾ തിരിച്ചു വന്ന് വീണ്ടും പാർലമെന്റിലേക്ക് മത്സരിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങളെ അതേ വിധത്തിലുള്ള വൃത്തികെട്ട ലൈംഗികാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തകർക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതുമൊക്കെ ഒരേ ഒരു കാരണം കൊണ്ടാണ്. മലേഷ്യയിൽ ഇസ്ലാമിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു സാമ്പത്തിക വ്യവസ്ഥിതി സാധ്യമാണ് എന്ന് ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം തെളിയിച്ചു. ഉപപ്രധാനമന്ത്രിയായപ്പോഴും അദ്ദേഹം തെളിയിച്ചു. അന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന മാർഗരറ്റ് താച്ചർ അൻവർ ഇബ്രാഹിം എന്ന് പറയുന്ന ഇസ്ലാമിസ്റ്റിനെ പോലുള്ള ഒരു ധനകാര്യമന്ത്രിയെ ബ്രിട്ടന് ലഭിച്ചാൽ ബ്രിട്ടന്റെ സാമ്പത്തിക കാര്യങ്ങൾ മുഴുവനും മെച്ചപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കും, അൻവർ ഇബ്രാഹിമിനെ പോലുള്ള ഒരു ധനകാര്യമന്ത്രിയെ തരൂ എന്നായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന മാർഗരറ്റ് താച്ചർ പറഞ്ഞത്. അപ്പൊ ഇസ്ലാമിന്റെ സാമ്പത്തിക ക്രമത്തിൽ നിന്നുകൊണ്ട് മലേഷ്യയുടെ സാമ്പത്തിക വികസനം സാധ്യമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ഒരു ഉപപ്രധാനമന്ത്രി മലേഷ്യയിൽ ഉയർന്നു വരുന്നത് ലോകത്ത് മുഴുവനും ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അലോസരമായതുകൊണ്ടാണ്. വൃത്തികെട്ട ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചുകൊണ്ട് ജയിലറകളിലിട്ട് ഉപപ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി അദ്ദേഹത്തെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയത്. ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക ക്രമം കൊണ്ടുവരാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങളാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അത് അള്ളാഹുവിന്റെ ബർക്കത്തും ഫദലുമുള്ള സാമ്പത്തിക ക്രമം ലോകത്ത് വിജയിക്കും.
വിജയിക്കണം എന്നുള്ളത് അള്ളാഹുവിന്റെ തന്നെ ഒരു തീരുമാനമാണ്. അത് വിജയിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നിരിക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ പലിശരഹിതമായ സാമ്പത്തിക വ്യവസ്ഥിതിയെ നമ്മുടെ ഈ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലും കൊച്ചു കൊച്ചു പ്രദേശങ്ങളിലും നടപ്പിൽ വരുത്തി കാണിച്ചു കൊടുക്കുവാൻ സാധിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. അതുവഴി നമ്മുടെ സമുദായത്തിന്റെ സമൂഹത്തിന്റെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ ഇസ്ലാമിന്റെ പക്ഷത്തു നിന്നുകൊണ്ട് ബദൽ സാമ്പത്തിക വ്യവസ്ഥിതികൾ പരിമിതികളോടുകൂടി നടത്തപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ച് മതിപ്പ് മറ്റു സമുദായങ്ങളിൽ ഉണ്ടാക്കുവാൻ സഹായകമാവുകയും ചെയ്യും. സർവോപരി പലിശ ഇടപാടില്ലാത്ത ശുദ്ധസുന്ദരമായ ഒരു സാമ്പത്തിക പ്രവർത്തനം നടത്തിക്കൊണ്ട് നമുക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ ബർക്കത്ത് ലഭിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ വഴി ദുനിയാവിൽ സാമ്പത്തികമായ സമൃദ്ധിയും ആഖിറത്തിൽ അള്ളാഹുവിന്റെ സ്വർഗവും ലഭിക്കും എന്ന വിശ്വാസത്തോടുകൂടി നമ്മൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. അള്ളാഹു സഹായിക്കുമാറാവട്ടെ.